സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പൂജ സെറിമണിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. ഇതൊന്നും പറയാനില്ല. താങ്ക് യു. എൻ്റെ പേര് അൻവർ സാദർ. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. ലവ് യു ആൾ. എല്ലാവർക്കും നമസ്കാരം. നിസാമുദ്ദീൻ നാസറിൻ്റെ ഇന്നത്തെ മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. മരിയാർ കൂടം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ റിലീസൊക്കെ ഇങ്ങനെ ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ടീം ഫെമിലിയറാണ്. അൻവറുമായി ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വരണമെന്ന് വിശ്വസിക്കുന്നു. POP എല്ലാവരും നമ്മുടെ സ്വന്തം ടീം തന്നെയാണ്. ഓൾറെഡി വർക്ക് ചെയ്ത ടീം തന്നെയാണ്. വെരി ഹാപ്പി ടു ബി അഗെയിൻ വിത്ത് ദം. താങ്ക് യു. രാത്രിയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് പൂജ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് അനിൽ സാദത്താണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ശ്രുതി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇതൊരു ഫുൾ ഓൺ കോമഡിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ. കോമഡി മൂവിയാണ്. അതെ. പിന്നെ ഇതിലൊരു വീട്ടിലെ ഫാമിലി പോർഷൻ വരുമ്പോഴാണ് എൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നത്. മറ്റു താരങ്ങൾ ജയൻ ജയപ്പലയുണ്ട്, ബീനു അടിമാലിയുണ്ട്, രശ്മി അനിലുണ്ട്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് പറയാം. പെട്ടെന്നായിരുന്നു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ 18 ദിവസം കൊച്ചിയിൽ തന്നെയാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മൂന്നാമത്തെ മൂവിയാണത്. ദയനയുടെ അതായത് ഞാൻ ഓൾറെഡി നിസാമുദ്ദീൻ നാസറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അർദ്ധരാത്രി അദ്ദേഹമായിട്ട് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്രൂ ആയിട്ട് ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ്. അത് മരിയാർ കൂടം എന്നുള്ള മൂവിയായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ പോർഷൻ ഏകദേശം 5 ദിവസത്തിൽ കഴിഞ്ഞില്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി ചിത്രത്തിൻ്റെ ഭാഗമാകാനുള്ള എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടമാണ് ബേസിക്കലി കോമഡി ജോണർ. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും മീഡിയയുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും.